ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, കോളിഫ്ലവർ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നു. കുഴക്കാൻ അറിയാൻ പാടില്ല, എന്നാലും ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ചപ്പാത്തിക്ക് ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് നെയ്യ് ചേർക്കും, പിന്നെ കുറച്ച് ചൂടുവെള്ളമാട്ടോ ഞാൻ ചേർക്കുന്നത്. വേറെ ആരും ഇവിടെ എണീറ്റിട്ടില്ല. അമ്മയുടെ എണീറ്റായിരുന്നു. അമ്മയുടെ എണീറ്റിട്ട് പിന്നെ കിടന്നു. പിന്നെ എനിക്ക് രണ്ട് അച്ഛനാണുള്ളത്, ഒരു മോൾ. മോൾക്കിപ്പോൾ 10 മാസം കഴിഞ്ഞു. മോൾക്ക് സ്കൂളിലാണ് പഠിക്കുന്നത്. മോനിപ്പം 3 മാസം ആവുന്നതേ ഉള്ളൂ. 74 ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എണീറ്റിട്ട് എല്ലാവരും കിടന്നു കേട്ടോ. അപ്പം എനിക്കിനി ഉറക്കം വന്നില്ല. ഞാൻ വിചാരിച്ച് കാലത്ത് പണിയൊക്കെ തീർച്ചയായിട്ടും വിചാരിച്ചു. നല്ലതല്ലേ? കുറച്ച് നെയ്യ് ഇടും. നെയ്യിട്ട് ഇത് കുഴയ്ക്കും. അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇനി ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തിളപ്പിച്ചത് ഒഴിക്കത്തില്ല. അപ്പോൾ ആദ്യം ഇച്ചിരി ഞാനിങ്ങനെ ഒഴിച്ചിട്ട് നോക്കണം. എനിക്ക് ചപ്പാത്തി വയ്ക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമില്ല. എന്താ ചട്ടിട്ടോ മുകളിൽ എത്തുമെന്ന് പറഞ്ഞ കുറച്ച് അവസ്ഥയാണ്. എൻ്റെ ചപ്പാത്തി അളവൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ വയ്ക്കും. വെള്ളം കുളിപ്പോയാൽ കുറച്ചുകൂടി പൊടി ആഡ് ചെയ്യും. അത്ര തന്നെ. അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. എനിക്കൊന്നാമത് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഉണ്ടാക്കാൻ അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടായിരുന്നില്ല. തേങ്ങ ഇല്ലാത്തത് കൊണ്ട് അപ്പം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നു. ഇത് ഭയങ്കര ചൂടാട്ടോ. എനിക്കൊക്കെ ചൂടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. കുറച്ചുവെള്ളം കൂടി ഒഴിച്ചേക്കാം. പൊടിയിടാലോ, ചപ്പാത്തിയല്ലേ, എല്ലാവരും തിന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി എല്ലാവരും തിന്നും. ചപ്പാത്തി ആദ്യം പുറത്തുനിന്ന് വിചാരിച്ചത്. പിന്നെ അമ്മ പറഞ്ഞു എല്ലാം കൂടെ ഉണ്ടാക്കാം വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ അത് കുഴയ്ക്കാമെന്ന് പറഞ്ഞ് കയറി. അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് ചൂടാറണം എനിക്ക് കുഴയ്ക്കണമെങ്കിൽ. ചൂടാറിട്ട് പിന്നെ വരാം. പിന്നെ ബാലൻസ് എടുക്കുമല്ലോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാനത് അപ്ലോഡ് ചെയ്യും. ബാലൻസ് എടുത്താലും എടുത്തില്ലേലും പിന്നെ ഞാൻ കറി കാണിച്ചു തരാവേ. കറി ഇതുണ്ടോ, ഇതാണ് കോളിഫ്ലവർ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ശരി, ബായ്. ഹലോ, അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് കോലം വന്നിരിക്കുന്നത്. ശരിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇടിച്ച് കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് എണ്ണ പുരട്ടി വയ്ക്കും. എന്നിട്ടൊരു തുണി ഇട്ടിട്ട് ഞാൻ മൂടി വയ്ക്കും കുറച്ച് നേരം. പിന്നെ കഴിക്കാൻ നേരത്താണ് ഇത് പരത്തുള്ളൂ. അപ്പം ഇത് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എണ്ണയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കിട്ടിയില്ല. തുണി കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പം എന്താ പറയുക, ഒരു അടപ്പെടുത്തിട്ട് മൂടി വയ്ക്കും. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഇരിക്കട്ടെ. ഇതിന് മുകളിൽ വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാറ്റ കയറും. ഇവിടെ എപ്പോഴും മറ്റേ പാറ്റയുടെ ശല്യമുള്ളതാണ്. അപ്പം എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാനും ഇനി എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഉറങ്ങില്ല, ജസ്റ്റ് പോയി കിടക്കും. പിന്നെ എനിക്ക് കുറച്ച് വർക്കുണ്ട്. മെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഇനിയിപ്പോൾ ആരും എണീക്കാൻ ചാൻസ് കുറവാണ്. അപ്പം അങ്ങനെ മോള് ചിലപ്പോൾ ആണെങ്കിൽ ഞാനൊന്ന് തിരിച്ച് പൊക്കും. രാവിലെ വിളക്ക് വെച്ചിട്ട് പാട്ട് വെച്ചിട്ടുണ്ടേ.
അവൾ നല്ല ഉറക്കത്തിലാണ്. അപ്പം എണീപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. പിന്നെ ഇപ്പം അവധിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ആൾ ഭയങ്കര ടയർഡ്. ഇന്ന് രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് ചേർന്നത്. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പോയി കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത് കട്ട് ചെയ്ത് ഒരു മണി 1:15 കിടന്നപ്പോൾ. കിടന്നാലും അപ്പം തന്നെ ഉറങ്ങില്ല. കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നിരുന്ന് 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിയത്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പം 2-3 ദിവസം UAE നാഷണൽ ഡേ അവധിയായത്, ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകും. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉടനെ എല്ലാവരും എണീക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഡ്രസ്സ് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ. വേറെ ഇന്നത്തേക്ക് വേറെ ഒന്നുമില്ല. രാവിലെ ചപ്പാത്തിയും കോളിഫ്ലവർ കറിയാണ്. പിന്നെ എല്ലാവരും എണീക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഞാൻ നേരത്തെ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിലിട്ട് വയ്ക്കും. ഇല്ലാച്ചാൽ ഞാൻ ഇങ്ങനെ അവരെണീക്കുമ്പോഴത്തേനും ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഡെയിലി ഉള്ള കാര്യമൊന്നുമല്ല കേട്ടോ. മിക്കവാറും തന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ ചിലപ്പോൾ ഞാൻ എണീക്കും. ചിലപ്പോൾ മോൻ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഞാനങ്ങ് കിടക്കും. അപ്പം അമ്മ രാവിലെ എണീക്കുമായിരിക്കും. അപ്പം എണീറ്റ് അങ്ങനെ കുക്ക് ചെയ്യും. അല്ലാത്തപ്പോൾ ഞാനും കൂടി എണീക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഇന്നത്തേക്ക് ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും കോളിഫ്ലവർ കറിയാണ്. അത് കഴിക്കും, ഡ്രസ്സ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകും. എവിടെ പോകണമെന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പുള്ളിക്ക് ഇങ്ങനെ ഒത്തിരി ഡ്രൈവ് ചെയ്യണമെന്ന് ഇഷ്ടമൊന്നുമില്ല. പിന്നെ മക്കളുള്ളതുകൊണ്ട് പിന്നെ പൊന്നുടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. പിന്നെ അവളുള്ളത് കൊണ്ട് എവിടെയെങ്കിലും പോവും അങ്ങനെ. പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോകും. പിന്നെ നാളെ ഹോളിഡേയ്സൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ അവരുടെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, നേരത്തെ എണീറ്റാൽ പോവും, ഇല്ലെങ്കിൽ പോവില്ല. അപ്പോൾ ശരി, ഓക്കെ. പിന്നെ കാണാം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിലപ്പം ഇന്ന് പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ, നല്ലതല്ലേ. ഞാനിവിടെ